something, anything, nothing, everything. How do we use these words correctly in English? സംതിങ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വസ്തു അല്ലെങ്കിൽ എന്തോ ഒരു വസ്തു എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ മീനിങ് വരിക. നിങ്ങളുടെ ബെഡിന് താഴെ എന്തോ ഒരു വസ്തു ഉണ്ട്. പോസിറ്റീവ് സെന്റൻസുകളിലാണ് നമ്മൾ ഈ സംതിങ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ബെഡിന് താഴെ എന്തോ ഒരു വസ്തു ഉണ്ട്. ദർ ഈസ് സംതിങ് അണ്ടർ യുവർ ബെഡ്. നിന്റെ മനസ്സിൽ എന്തോ ഒന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് ദർ ഈസ് സംതിങ് ഇൻ യുവർ മൈൻഡ്. ഐ തിങ്ക് ദർ ഈസ് സംതിങ് ഇൻ യുവർ മൈൻഡ്. ഇനി എനിത്തിങ് എന്ന് യൂസ് ചെയ്യുക അത് ക്വസ്റ്റ്യൻസിലും നെഗറ്റീവ് സെന്റൻസുകളിലൊക്കെയാണ് ജനറലി യൂസ് ചെയ്യുന്നത്. നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ? എന്നോട് പറയൂ അതേക്കുറിച്ച്. ഈസ് ദർ എനിത്തിങ് ഇൻ യുവർ മൈൻഡ്? പ്ലീസ് ടെൽ മീ അബൌട്ട് ഇറ്റ്. ഈസ് ദർ എനിത്തിങ് ഇൻ യുവർ മൈൻഡ്? പ്ലീസ് ടെൽ മീ അബൌട്ട് ഇറ്റ്. ഈ ബോക്സിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഈസ് ദർ എനിത്തിങ് ഇൻ ദിസ് ബോക്സ്? ഇനി നെഗറ്റീവ് സെന്റൻസിലും നമ്മൾ എനിത്തിങ് എന്ന് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ ബോക്സിനകത്ത് ഒന്നുമില്ല. ദർ ഈസിന്റ് എനിത്തിങ് ഇൻ ദിസ് ബോക്സ്. ദർ ഈസിന്റ് എനിത്തിങ് ഇൻ ദിസ് ബോക്സ്. എന്റെ മനസ്സിലൊന്നുമില്ല, എന്നെ വിശ്വസിക്കൂട്ടോ. എങ്ങനെ പറയും? ദർ ഈസിന്റ് എനിത്തിങ് ഇൻ മൈ മൈൻഡ്. പ്ലീസ് ടെൽ മീ. പ്ലീസ് ട്രസ്റ്റ് മീ. ദർ ഈസിന്റ് എനിത്തിങ് ഇൻ മൈ മൈൻഡ്. പ്ലീസ് ട്രസ്റ്റ് മീ. ഇനി നത്തിങ് എന്ന് യൂസ് ചെയ്യുന്നത് ജനറലി പോസിറ്റീവ് സെന്റൻസിന് നെഗറ്റീവ് മീനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നത്തിങ് എന്ന് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നത്തിങ് ഈസ് എക്സ്പെൻസീവ് ഹിയർ. ഇവിടെ ഒന്നും വളരെ വില കൂടിയതല്ല. നത്തിങ് ഈസ് വെരി എക്സ്പെൻസീവ് ഹിയർ. ഇനി ഒന്നും അസാധ്യമല്ല. എങ്ങനെ പറയും? നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഒന്നും അസാധ്യമല്ല. അപ്പൊ നത്തിങ് എന്ന് പറയുന്നത് നെഗറ്റീവ് മീനിങ് ആണ്. പോസിറ്റീവ് സെന്റൻസിൽ നെഗറ്റീവ് മീനിങ് ആണ് പറയാം. ഇനി എവറിത്തിങ് എന്ന് പറഞ്ഞാൽ എല്ലാം എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഓക്കെ, ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. ഇപ്പോൾ എങ്ങനെ പറയും? എവറിത്തിങ് ഈസ് അവൈലബിൾ ഹിയർ നൗ. എവറിത്തിങ് ഈസ് അവൈലബിൾ ഹിയർ നൗ. അപ്പൊ ഇവിടെ എല്ലാം റെഡിയാണ്. ഇപ്പോൾ എങ്ങനെയാ പറയാ? എവറിത്തിങ് ഈസ് റെഡി ഹിയർ. ഡോണ്ട് വറി, എവറിത്തിങ് ഈസ് റെഡി ഹിയർ. നിങ്ങൾ ആശങ്കപ്പെടേണ്ട, ഇവിടെ എല്ലാം റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ നിനക്ക് അവനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? എങ്ങനെയാണ് ചോദിക്കുക? ഞാൻ ഓപ്ഷൻസ് തരാം, സെന്റൻസിന്റെ ഒരു ഭാഗം തരാം കേട്ടോ. ഡു യു നോ ഡാഷ് അബൌട്ട് ഹിം? ഡു യു നോ dash about him? Just complete this sentence and give it here in the comment.